അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ എടുത്തു നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്പൊക്കത്തിന് മുക്കിക്കൊന്നു എന്ന് ചരിത്രം പറയുകയാ. നീ അത് വിശ്വസിക്കാൻ നിനക്ക് മടിയായിരുന്നു. അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുനാമിയെ കൊണ്ടുവന്നിട്ട് നിനക്ക് തൂഫാനിനെ കാണിച്ചു തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ നമുക്ക് സുനാമി തന്നു. അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടായി. 1 വർഷമല്ല 2 വർഷമല്ല, വെള്ളപ്പൊക്കം കടന്നു വന്നു. അത് കഴിഞ്ഞപ്പോ പടച്ചവനെ നിപ വന്നു. അത് കഴിഞ്ഞ് കൊടുങ്കാറ്റ് വന്നു. അത് കഴിഞ്ഞ് റബ്ബേ കോവിഡ് വന്നു. വർഷങ്ങളോളം 1, 2, 3, 4 പടച്ചവനെ കോവിഡിന്റെ ഓരോ കൊറോണയുടെ ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. എന്നിട്ടും തീർന്നില്ല. പിന്നെയും നിപ വന്നു. അത് കഴിഞ്ഞ് അവസാനം ഇപ്പൊ കൊരങ്ങുപനി, അത് കഴിഞ്ഞപ്പോ പന്നിപ്പനി. ഇതെല്ലാമാണ് കടന്നു വരുന്നത്. ഇന്നുവരെ കേൾക്കോ ശിക്ഷകൾ അല്ലാഹു നമ്മളിലേക്ക് ഇറക്കി വിടുകയാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന നിന്റെ മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ചതുപോലെ ദുരന്തങ്ങൾ നിന്നെ തേടി വരാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ നിസാരമാക്കിയതിന് റബ്ബ് തരുന്ന ശിക്ഷയാണോ?